നമസ്കാരം. കുവൈറ്റിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിനെ ഇതിനു നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഏപ്രിൽ 9 നടന്ന ആക്രമണത്തിൽ സൈനിക താവളത്തിലെ കെട്ടിടങ്ങൾക്കും യുദ്ധ സാമഗ്രികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് കുവൈറ്റ് നാഷണൽ ഗാർഡ് വ്യക്തമാക്കിയത്. ആക്രമണ സമയത്ത് സൈനികർ സുരക്ഷിതരായിരുന്നതിനാൽ ആർക്കും പരിക്കോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്നും ഏതു ശത്രു നീക്കത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണ് എന്നാണ് കുവൈറ്റിന്റെ നിലപാട്. ഇസ്ലാമാബാദിൽ മേഖലയിലെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കുവൈറ്റിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നത് ഗൗരവകരമായ കാര്യമാണ്. ഇറാഖ് ഇറാൻ അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന നീക്കത്തിൽ ലെബനൻ സർക്കാരുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെങ്കിലും ഔദ്യോഗികമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെയാണ് ഇസ്രായേൽ ചർച്ചയ്ക്ക് മുതിർന്നത്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതാണ് ചർച്ചയിൽ ഇസ്രായേൽ മുൻഗണന നൽകുന്നത്. ബെയ്റൂട്ടിനെ സൈനിക മുക്തമാക്കാനുള്ള ലെബനൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം മേഖലയിലെ സംഘർഷത്തിന് പൂർണ്ണമായി ശമനമായിട്ടില്ല. ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധങ്ങൾക്ക് വകവെച്ചിരുന്നു. ചർച്ചകൾ നടക്കുമ്പോഴും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാതെ ചർച്ചകൾക്കില്ല എന്ന് ഹിസ്ബുള്ള അനുകൂലികളും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിലെ ഇസ്രായേൽ സ്ഥാനപതിയായിരിക്കും സമാധാന ചർച്ചകൾ രാജ്യത്തെ പ്രതിനിധീകരിക്കുക. ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനൻ സർക്കാരുമായി എത്രയും വേഗം ചർച്ചകൾ ആരംഭിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതിനാണ് ചർച്ചയിൽ ഇസ്രായേൽ മുൻഗണന നൽകുന്നത്. നേരിട്ടുള്ള ചർച്ചകൾ ലെബനിൽ ആവർത്തിച്ച് താൽപര്യം പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ചർച്ചാ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകിയതായും നെതന്യാഹു പറയുന്നു. ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബെയ്റൂട്ടിനെ സൈനിക മുക്തമാക്കാനുള്ള ലെബനൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്നതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനായി ലെബനൻ പ്രധാനമന്ത്രി നവാസ് സലാം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി ബന്ധപ്പെട്ടതിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ ഈ നീക്കം നടന്നത്. പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഇനി വരാൻ പോകുന്ന US ഇറാൻ ചർച്ചകൾക്കിടയിലാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മാർച്ച് 2 മുതൽ ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ ആക്രമണം തുടങ്ങിയിരുന്നു. ഇതിനു തിരിച്ചടിയായി ഇസ്രായേൽ ലെബനനിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നത്. മാർച്ചിൽ തുടങ്ങിയ സംഘർഷങ്ങളിൽ ഇതിനകം തന്നെ 1500-ലധികം പേർ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുകയും വന്നിട്ടുണ്ട്.